പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതിയുടെ വധശിക്ഷ ശരിവെക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലിൽ വിധി തിങ്കളാഴ്ച. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറയുക. വധശിക്ഷ റദ്ദാക്കണമെന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിലും കോടതി വിധി പറയും. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, കാത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി തന്നെയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പെരുമ്പാവൂരിലെ ജിഷ നിയമവിദ്യാർത്ഥിനിയായ ജിഷ കൊല്ലപ്പെട്ട കേസിൽ വിധി പറയുന്നത്. ഏറെ നാളായി ഈ വധശിക്ഷ ശരിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. ഹൈക്കോടതി ഇതിന്മേൽ കഴിഞ്ഞ 6 വർഷത്തിലധികമായി 7 വർഷത്തോളമായി എടുത്ത് വിശദമായ വാദം അടക്കം കേട്ടിരുന്നു. തുടർന്നാണ് വിധി പറയാൻ വേണ്ടി മാറ്റിയത്. അവധിക്കാലത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഹൈക്കോടതി ഇത് വിധി പറയാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, 2016 ഏപ്രിൽ മാസം 28 പെരുമ്പാവൂരിലെ കുറുപ്പമ്പടിയിലുള്ള വീട്ടിൽ ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന്മേൽ ഏതാണ്ട് പോലീസ് ആദ്യ അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. തുടർന്ന് വളരെ വിവാദമായ കോളിളക്കമായി ഉണ്ടാക്കിയ ഈ കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയാണ് ഈ കേസ് സംഭവിക്കുന്നത്. അക്കാലഘട്ടത്തിൽ വളരെ വലിയ ചർച്ചയ്ക്കടക്കം ആധാരമായിരുന്നു ഈ പെരുമ്പാവൂരിലെ ജിഷയുടെ വധക്കേസ്. തുടർന്നാണ് 1 മാസത്തിന് ശേഷം ബംഗാൾ സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം, രണ്ടാമത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ 2017 ഡിസംബറിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. 2017 ഡിസംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും പിന്നാലെ തൊട്ടടുത്ത ദിവസം വധശിക്ഷ നൽകുകയും ചെയ്തത്. ഈ വധശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീലുകളാണ്. അതായത് സെഷൻസ് കോടതി വധശിക്ഷ നൽകിയാൽ അത് ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. വധശിക്ഷ ശരിവെക്കണം എന്നതായിരുന്നു ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം. ഒപ്പം ഈ വധശിക്ഷ റദ്ദാക്കണം, ജീവപര്യന്തമാക്കി കുറയ്ക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് അമീറുൽ ഇസ്ലാം ഉയർത്തിയിരുന്നത്. ഈ 2 ഹർജികളിലുമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പറയുന്നത്.